ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനും പൂജയും കൂടിയിട്ട് പ്രിയയുടെ ആ ബാഗൊക്കെ അങ്ങ് പരിശോധിച്ച ശേഷം അതിൽ നിന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഗൈനക്കോളജിയെ കണ്ടതിൻ്റെ ആ ഒരു ലിസ്റ്റ് അങ്ങ് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുകയാണ് ഇങ്ങനെ 4 മാസം മുന്നെയാണ് പ്രിയ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. പിന്നീട് ഇപ്പോൾ അബോർഷൻ ആയതിൻ്റെ ആ ഒരു ലിസ്റ്റും ഇതിലുണ്ട്. അപ്പോൾ അവൾക്ക് ശരിക്കും 6 മാസമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ അവൾ മനഃപൂർവ്വം തന്നെ അഖിലിനെ കുരുക്കിയതാണെന്നും അഖിലുമായിട്ടുള്ള ആ ഒരു സെൽഫി എടുത്തതുമൊക്കെ അവൾ എന്തോ ഒരു പ്ലാൻ ചെയ്ത ശേഷമാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും മധു ആൻറ്റി പ്രിയേനെയും കൂട്ടിയിട്ട് അങ്ങ് ആ റൂമിലേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ അവർ വരുന്ന ആ ഒരു സൗണ്ട് കേട്ടതോടുകൂടി അർജുനും പൂജയും അങ്ങ് ബാത്റൂമിൽ കയറി അങ്ങ് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒളിച്ചിരുന്ന ശേഷം മധു ആൻറ്റി ആ റൂമിൽ നിന്നും പോയി എന്ന് കണ്ട ശേഷം പൂജയും അർജുനും കൂടി പുറത്തേക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് പ്രിയയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ പ്രിയ ആകെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. ഇവരിതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ, ഇവരെന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പ്രിയ അങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ അർജുൻ ആ ഒരു പേപ്പറും ഡോക്ടറെ കാണിച്ചിട്ടുള്ള ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ച് വെക്കുകയാണ്. എന്നതിന് ശേഷം അത് ഒളിപ്പിച്ച ശേഷം നേരെ പൂജ ചെന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. പ്രിയയുടെ അടുത്ത് ചോദിക്കുകയാണ്, എടി ഭയങ്കരി, നിൻ്റെ അഭിനയം നിർത്താറായില്ലേ? ഇനി നീ എന്ത് കാണിച്ചാലാണ് നിൻ്റെ ഈ നാടകമൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക? എന്തായാലും നീ വലിയ ഒരു കള്ളി തന്നെയാണ്. നീ അഖിലിനെ കുരുക്കാൻ വേണ്ടി നോക്കിയ ആ ഐഡിയ ഒക്കെ ഞങ്ങളങ്ങ് കണ്ടെത്തിക്കോളാം എന്നൊക്കെ അങ്ങ് പറയാണ് കേട്ടോ. എന്നിട്ട് പ്രിയയുടെ കരണക്കുറ്റി നോക്കിയിട്ട് തന്നെ പൂജ ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. പ്രിയയ്ക്ക് അടി കിട്ടിയതോട് കൂടിയിട്ട് പ്രിയ അപ്പോഴും ഒന്നും തന്നെ അനങ്ങാതെ തന്നെ ആ ഒരു കോമയിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ കോമ എത്രത്തോളം അധികം അഭിനയിക്കുമെന്നുള്ളതേ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിൻ്റെ ഈ കോമയൊക്കെ എടുത്ത് കളയാനുള്ള സമയമായിടി. നിൻ്റെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ വിദ്യകളും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം പൂജ അവിടുന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. പ്രിയയുടെ റൂമിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ അർജുനും കൂടി ഒന്നും പറയാതെ തന്നെ അർജുനും കൂടി പിന്നെ അവിടുന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അർജുനൊക്കെ ഇങ്ങനെ പൂജ അടിക്കുന്നതൊക്കെ കാണുമ്പോൾ അർജുനൊന്നും തടയാതെ തന്നെ പൂജനെ വിളിച്ചിട്ട് പോവാണ്ട്. അവൾ എത്രത്തോളം അധികം നാടകം അഭിനയിക്കുമെന്ന് നമുക്ക് നോക്കാം പൂജ, ഇപ്പം തൽക്കാലം നീ ഇങ്ങ് വായോ എന്നും പറഞ്ഞിട്ട് പൂജനെയും വിളിച്ചിട്ട് അർജുൻ ആ റൂമിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അർജുൻ നേരെ ചെല്ലുന്നത് കിരണിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് കിരണിനോട് കാര്യമൊക്കെ സംസാരിക്കുകയാണ്. അവൾ നല്ല ഒരു നടി തന്നെയാണ്, അവൾക്ക് ഒരു കോമയും ഇല്ല. അതുകൊണ്ട് അവളുടെ ബാഗ് ഒന്ന് പരിശോധിച്ച ശേഷം അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു പേപ്പർ. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഡോക്ടറെ കണ്ടാൽ എല്ലാ സത്യവും അറിയാൻ പറ്റും. അന്ന് അഖിലിനെ കുരുക്കാൻ വേണ്ടി നോക്കിയതാണ്. അഖിലും അവളും തമ്മിലുള്ള ബന്ധമുണ്ടെന്നും അഖിലിൻ്റെ കുഞ്ഞാണുമൊക്കെ എന്നല്ലേ അച്ചമ്മയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഈ ഡോക്ടറെ ഒന്ന് ചോദ്യം ചെയ്താലേ കാര്യം സത്യമൊക്കെ അങ്ങ് പുറത്തു വരുമെന്നങ്ങ് പറയട്ടോ. എന്നിട്ട് അർജുനും കിരണും കൂടിയിട്ട് നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ ഗൈനക്കോളജി അങ്ങ് കാണുകയാണ് കേട്ടോ. അപ്പോൾ കിരണിനെ കണ്ടതോടുകൂടി കിരൺ പോലീസ് വേഷത്തിലായതുകൊണ്ട് തന്നെ ഡോക്ടർ ഒന്നങ്ങ് പരിങ്ങാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടറോട് അർജുൻ ചോദിക്കുകയാണ്, ഈ ലിസ്റ്റ് അങ്ങ് കാണിച്ചു കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന പേഷ്യൻറ്റിൽ ഇതിൽ എഴുതിയിരിക്കുന്ന പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കറിയില്ല, എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻറ്റുകൾ വരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്നങ്ങ് പറയുമ്പോൾ എന്നാൽ ഞങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം, അപ്പോൾ ഇതങ്ങ് വായിച്ച് നോക്കിയാൽ മതി, എന്താണെന്നുള്ളതൊക്കെ ശരിക്കും ഡോക്ടർക്ക് ഞങ്ങളങ്ങ് ഓർമ്മപ്പെടുത്തി തരാം. അതല്ല പബ്ലിസിറ്റിയിലാക്കിയിട്ട് തന്നെ ഡോക്ടറുടെ ഈ പൊളിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അർജുൻ ഒന്നങ്ങ് വരട്ടാണ് കേട്ടോ. മീഡിയക്കാരെ വിളിച്ച് വരുത്തിയാൽ നിങ്ങളുടെ ഈ കള്ളത്തരമൊക്കെ ഇപ്പോൾ പുറത്താക്കാൻ ഞങ്ങൾക്കൊരു വിധിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പിന്നീട് ജയിലിൽ പോയി അഴി എണ്ണണോ എന്നുള്ള കാര്യമൊക്കെ അങ്ങ് ചോദിക്കാനായിട്ടോ അർജുൻ. അത് കേട്ടതോടു കൂടിയിട്ട് ഈ ഡോക്ടർക്ക് അങ്ങ് പേടിയാവും കേട്ടോ. എന്നിട്ട് കിരൺ ചോദിക്കുകയാണ്, അതുകൊണ്ട് നല്ല ഡോക്ടറായിട്ട് തന്നെ മണി പോലെ സത്യങ്ങളൊക്കെ പുറത്ത് വിട്ടേക്ക് എന്നങ്ങ് പറയണം. അങ്ങനെ എല്ലാ സത്യവും തന്നെ ഡോക്ടർ അങ്ങ് പറയാൻ കേട്ടോ. പ്രിയ ഇവിടെ വന്നതും ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് എന്നുള്ള കാര്യവും ഒക്കെ തന്നെ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പിന്നീട് ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാണ് അബോർഷന് വേണ്ടി വന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പ്രിയയുടെ ആ ഒരു കള്ളത്തരം അർജുൻ അങ്ങ് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം നേരെ വീട്ടിലേക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് പ്രിയയുടെ ഈ കള്ളത്തരമൊക്കെ പൂജയോട് വിശദമായിട്ട് തന്നെ അർജുൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ.
പ്രിയയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ റീമേക്കിൽ അവളുടെ റൂമിൽ അവൾ അറിയാതെ തന്നെ ഒരു ക്യാമറ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മലയാളത്തിൽ അതൊന്നും കാണിക്കുന്നില്ല. ഇനി അച്ചമ്മ പറഞ്ഞതുപോലെ തന്നെ പൂജ അടുത്തോണ്ട് വരികയാണ് കേട്ടോ. പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് അച്ചമ്മ ഏർപ്പാടാക്കിയിട്ടുള്ളത് തന്നെ. ഏകാദശിയുടെ ആ ഒരു സമയത്ത് എൻ്റെ അനുമോൾക്ക് അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പൂജ തന്നെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പൂജ ചെയ്യാൻ ഉദ്ദേശിച്ച ആ സമയത്ത് അത് പൂജയ്ക്കിട്ട് ഒരു പണി കൊടുക്കാനുള്ള ആ ഒരു ഉദ്ദേശം കൂടി, ആ ഒരു ദുരുദ്ദേശം കൂടിയും അച്ചമ്മ കരുതിയിട്ടുണ്ടാവും കേട്ടോ. അനുവിൻ്റെ ശത്രു അത് പൂജ തന്നെയാണ്, പ്രിയയുടെ ശത്രു പൂജ തന്നെയാണ്. അവളെ ഈ വീട്ടിൽ നിന്നും തന്നെ ഒഴിവാക്കിയാൽ ഒരു പക്ഷേ എൻ്റെ അനുമോൾക്ക് ഇവിടെ എല്ലാവിധ സുഖവും സൗകര്യവും കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരിക്കും കേട്ടോ അച്ചമ്മ. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കേട്ടോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാവുക. പക്ഷേ അതെല്ലാം തന്നെ അർജുനും മാധുരി അമ്മയൊക്കെ കൂടിയിട്ട് അതും അങ്ങ് നശിപ്പിക്കൂട്ടോ. അങ്ങനത്തെ ഒരു സീനാണ് റീമേക്കിൽ വന്നിട്ടുള്ളത്. ഇനി മലയാളത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് കണ്ടറിയാം. അതുപോലെ പ്രിയയുടെ ഈ നാടകം പൊളിച്ചെടുക്കാൻ അർജുൻ ഒരു പാമ്പിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ റീമേക്കിൽ. അത് എങ്ങനെ ആ ഒരു പാമ്പിനെ കൊണ്ടുവന്നിട്ട് പ്രിയയുടെ നാടകം പൊളിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പ്രിയ അതിൽ നിന്നും അങ്ങ് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രിയയുടെ ആ ഒരു കള്ളത്തരം അർജുന് അപ്പോഴും തെളിയിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നീട് പൂജയുടെ സമയത്താണ് കേട്ടോ പ്രിയയുടെ ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവരുന്നത്. പ്രിയനെ ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങ് ഓടിപ്പിക്കുന്ന ഒരു രംഗം വരുന്നത്. അത് പൂജ ചെയ്യുന്ന സമയത്ത് അപ്പോഴും പ്രിയ ഒരു കുലുക്കവും ഇല്ലാതെ തന്നെ അവിടെ വീൽ ചെയറിലിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ചെറിയ ബോംബ് തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതൊരു പ്രിയയുടെ അടുത്തേക്ക് അങ്ങ് ഉരുട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബോംബ് പൊട്ടാറാവുന്ന ആ ഒരു സമയത്താണ് പ്രിയയുടെ ക്ഷമ അങ്ങ് നശിച്ചിട്ട് പിന്നെ പ്രിയക്ക് ഒരു പിടുത്തവും കിട്ടില്ല കേട്ടോ. ബോംബ് പൊട്ടിയാൽ ഞാൻ മരിക്കും എന്നുള്ള ആ ഒരു സീന് വരുമ്പോഴത്തേക്കും പ്രിയ ആ ഒരു കസേരയിൽ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ ബോംബ് അങ്ങ് പൊട്ടിയ ശേഷം എല്ലാവരും തന്നെ കസേരയിലേക്ക് നോക്കുന്ന സമയത്ത് പ്രിയ ആ കസേരയിൽ കാണില്ല കേട്ടോ. അങ്ങനെ അച്ചമ്മയും അവിടെ കൂടിയിരിക്കുന്നവരും അർജുനും എല്ലാവരും നോക്കുന്ന സമയത്ത് പ്രിയ ആണ് മറ്റേ ഭാഗത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണാണ്. അങ്ങനെ പ്രിയ തന്നെ അങ്ങ് എങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് ഓടിയത് എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ ഇനിയിപ്പോൾ എന്ത് പറയും എന്നൊക്കെയുള്ള ആ ഒരു പതർച്ചയിൽ ഇങ്ങനെ പ്രിയ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ചമ്മ ഓടി ചെല്ലാണ്. എൻ്റെ മോൾക്ക് എണീറ്റ് നടക്കാൻ പറ്റിയല്ലോ, എൻ്റെ മോൾ അപ്പോൾ ഈ പൂജ കൊണ്ട് ഫലസിദ്ധി കിട്ടിയിട്ടുണ്ട്, എൻ്റെ മോളിപ്പോൾ സംസാരിക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് നടക്കാൻ പറ്റി, എൻ്റെ കുട്ടിയുടെ എല്ലാ അസുഖവും മാറിയല്ലോ എന്നുള്ള ആ ഒരു ധാരണയാവട്ടോ അച്ചമ്മയ്ക്ക്. അപ്പോഴും അച്ചമ്മ പ്രിയ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും അച്ചമ്മയ്ക്ക് മനസ്സിലാവാതെ പൂജയുടെ ഫലം കൊണ്ടാണ് പ്രിയ നടന്നത് എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കുകയാണ് കേട്ടോ. പൂജയുടെ ഫലം കൊണ്ടാണ് സംസാരശേഷിയും നടത്തവും ഒക്കെ തിരിച്ചു കിട്ടിയത് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയായിരിക്കും അച്ചമ്മയുടെ. അല്ലാതെ ബോംബ് സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രിയ സ്വന്തം ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയതാണ് എന്നുള്ള കാര്യമൊന്നും അച്ചമ്മ മനസ്സിലാക്കാതെ ഈ ഒരു പൂജ എനിക്ക് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു, ഈ പൂജയുടെ ഫലം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ അസുഖവും മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയേനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് നല്ലോണം സ്നേഹിക്കുകയാണ് കേട്ടോ അച്ചമ്മ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് കേട്ടോ, അച്ചമ്മ കണ്ടില്ലേ പ്രിയയുടെ കള്ളത്തരം പുറത്തായത്, ഇപ്പോൾ എങ്ങനെ അവൾ എണീറ്റ് നടന്നു, ഇപ്പോൾ എങ്ങനെ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി എന്നൊക്കെ അർജുൻ ചോദിക്കുമ്പോഴും അച്ചമ്മ പറയുക, അത് ഞാൻ ചെയ്ത പൂജയുടെ ഫലമാണ്, ആ പൂജയുടെ ഫലം കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ എണീറ്റ് നടക്കാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും എന്നൊക്കെ അങ്ങ് അച്ചമ്മ വീണ്ടും അങ്ങ് അർജുനോട് പറയുമ്പോൾ ഈ അച്ചമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അച്ചമ്മയുടെ വിശ്വാസം അതേ മുറുക്കെ പിടിക്കുകയുള്ളൂ. അല്ലാതെ ആര് തന്നെ തെറ്റിതിരുത്തി കൊടുക്കാൻ പറഞ്ഞാലും ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത് അച്ചമ്മ ഒരിക്കലും മനസ്സിലാക്കില്ല എന്നുള്ള കാര്യം അർജുൻ അപ്പോൾ വീണ്ടും മനസ്സിലാവാൻ